ഹലോ സ്റ്റുഡൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗൾഡിങ് എന്ന ഒരു ക്വസ്റ്റ്യൻ മേ ബി ഒരു 3-4 മാർക്സിന് ചോദിക്കാം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മൗൾഡിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാൻഡ് മൗൾഡിങ്, സാൻഡ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സാൻഡ് മൗൾഡിങ് രണ്ടും ഒന്ന് തന്നെയാണ്. സാൻഡ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സാൻഡ് മൗൾഡിങ്. സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഉപയോഗിച്ചുള്ള മൗൾഡ് ഉപയോഗിച്ചുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാൻഡ് മൗൾഡിങ്ങിനെ നമുക്ക് വളരെ ബേസിക്കായിട്ട് 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഗ്രീൻ സാൻഡ് മൗൾഡിങ്, ഡ്രൈ സാൻഡ് മൗൾഡിങ്, സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ്. അപ്പോൾ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ലോജിക്കെല്ലാം വളരെ സിമ്പിളാണ്. ഈ ഗ്രീൻ സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ള സാൻഡ് ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഈ മൗൾഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് മൗൾഡ്. അപ്പോൾ ഈ മൗൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സാൻഡ് ഉപയോഗിച്ചാണ്. ഈ കാണുന്ന ഈ ഡോട്ടഡായിട്ട് കൊടുത്തിട്ടുള്ള അവർ ഉദ്ദേശിക്കുന്ന മൗൾഡിങ് സാൻഡാണ്. അപ്പോൾ ഈ സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രീൻ സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ ഈ സാൻഡിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് കാണും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്താണ് ഈ മൗൾഡിങ് സാൻഡ് ഉണ്ടാക്കുന്നത്. വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ, അതിനൊരു ലിമിറ്റുണ്ട്, കറക്റ്റ് പ്രൊപ്പോർഷനിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ആ വാട്ടറുമായിട്ട് മോയ്സ്ചർ കണ്ടൻറ്റുള്ള സാൻഡാണ് ഈ മൗൾഡിങ് ഫ്ലാസ്കിലേക്ക് നിറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റുള്ള സാൻഡ് നിറച്ച് അത് വെച്ച് പാറ്റേൺ ഉപയോഗിച്ച് ഈ മൗൾഡ് ഉണ്ടാക്കി എന്നിട്ട് ആ പാറ്റേൺ റിമൂവ് ചെയ്യും. പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. ഇതാണ് മൗൾഡ് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ ആ മൗൾഡിങ് പ്രോസസ്സിനെയാണ് ഗ്രീൻ സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ സാൻഡിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള സമയത്ത് തന്നെ മോൾട്ടൺ മെറ്റൽ ഈ സ്പ്രൂ വഴി ഒഴിച്ചു കൊടുത്ത് ഈ മൗൾഡ് ഫില്ല് ചെയ്ത് ആ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഗ്രീൻ സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞത്. എന്നാൽ അതേസമയം ഇങ്ങനെ മൗൾഡ് ഉണ്ടാക്കിയിട്ട് ഒരു 1-2 ദിവസം വച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ സാൻഡിനുള്ള മോയ്സ്ചർ അങ്ങ് അറ്റ്മോസ്ഫിയറിൽ അങ്ങ് പൊയ്ക്കോളും, ഇവാപ്പറേറ്റ് ചെയ്ത് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ ഈ മൗൾഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വച്ചിരിക്കുകയാണെങ്കിൽ ഒരു 1-2 ദിവസം വച്ചിരിക്കുകയാണ് എങ്കിൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് ഇവാപ്പറേറ്റ് ഇതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പൊയ്ക്കോളും. അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഓവൻസ് ഉണ്ട് വലിയ. ഇങ്ങനെ ഫൗണ്ടറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ചെയ്യുന്ന ഷോപ്പിനാണ് ഫൗണ്ടറി ഷോപ്പ് എന്ന് പറയുന്നത്. അവിടെ വലിയ ഓവൻസ് ഉണ്ട്. ആ ഓവൻസിൽ വെച്ച് കൊടുത്താലും ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പെട്ടെന്ന് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കണം. വളരെ ചൂട് അപ്ലൈ ചെയ്താൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ട സാൻഡിനെയാണ് ഈ ഡ്രൈ സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റ് പോയതിന് ശേഷം, ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ പോയതിന് ശേഷം അപ്പോഴത്തേക്കും ഈ സാൻഡ് എന്ന് പറഞ്ഞൊരു ഡ്രൈ കണ്ടീഷനിലാവും. ആ സമയത്ത് മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സെയാണ് ഡ്രൈ സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സാൻഡ് മൗൾഡിങ് ആണെങ്കിൽ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ സാൻഡിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സിനെയാണ് ഡ്രൈ സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള സമയത്ത് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ ഗ്രീൻ സാൻഡ് മൗൾഡിങ് എന്ന് പറയും. ഈ മൗൾഡ് കുറച്ച് നേരം വച്ചിരിക്കുകയാണെങ്കിൽ ഇതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ 100% മോയ്സ്ചറും ഇവാപ്പറേറ്റ് ചെയ്ത് പോയതിന് ശേഷം അപ്പോഴത്തേക്കും ഡ്രൈ കണ്ടീഷൻ ആവും. ആ സമയത്ത് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ഇതിൽ കാസ്റ്റിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഡ്രൈ സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. അതേസമയം സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നിനും ഓരോ സിനാരിയോയിലാണ് ഇതുണ്ടാക്കുന്നത്. സാധാരണ ഗ്രീൻ സാൻഡ് മൗൾഡിങ് ആണെങ്കിൽ ചെറിയ കമ്പോണൻസ് ഉണ്ടാക്കാനാണ് ഈ ഗ്രീൻ സാൻഡ് മൗൾഡിങ് ഉപയോഗിക്കുന്നത്. വലിയ കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഡ്രൈ സാൻഡ് മൗൾഡിങ് ഉപയോഗിക്കുന്നത്. ഈ സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ മൗൾഡ് എന്ന് പറയുന്ന മൗൾഡ് ക്യാവിറ്റി ഉണ്ടല്ലോ, ആ ക്യാവിറ്റിയുടെ സർഫസ് മാത്രം ഒന്ന് ഡ്രൈ ആക്കും. അത് ഡ്രൈ ആക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ടോർച്ച്, അത് നമ്മുടെ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെൽഡിങ് ടോർച്ച് കാണാം, അല്ലെങ്കിൽ ഫ്ലെയിം ടോർച്ച് കാണാം, ഫയറുള്ള ടോർച്ച് ആണ്. ആ ഫ്ലെയിം ടോർച്ച് ഉപയോഗിച്ച് ഈ സർഫസിലുള്ള ആ പോർഷനെ മാത്രം, ഈ മൗൾഡ് ക്യാവിറ്റിയുടെ സർഫസിനെ മാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ആ സർഫസിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് മാത്രം അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും. ബാക്കി ഈ പോർഷനിലെല്ലാം മോയ്സ്ചർ കണ്ടൻറ്റ് കാണും. പക്ഷേ ഈ മൗൾഡിൻ്റെ സർഫസിൽ മാത്രം മോയ്സ്ചർ കണ്ടൻറ്റ് കാണത്തില്ല. അത് മാത്രം ഒന്ന് ഡ്രൈ കണ്ടീഷനാകും. അങ്ങനെ ഈ മൗൾഡിൻ്റെ സർഫസ് മാത്രം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിനെയാണ് സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. സ്കിൻ ഡ്രൈഡ് എന്ന് പറയാൻ കാര്യം ആ മൗൾഡിൻ്റെ ആ സ്കിൻ, അതായത് മൗൾഡിൻ്റെ ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ മൗൾഡിൻ്റെ സർഫസ്, ക്യാവിറ്റിയുടെ സർഫസ് മാത്രമേ ഒന്ന് ഡ്രൈ ആക്കത്തുള്ളൂ. എന്തെങ്കിലും ഫ്ലെയിം ടോർച്ചൊക്കെ ഉപയോഗിച്ച് അതിനെ മാത്രം ഒന്ന് ഹീറ്റ് ചെയ്ത് അവിടെ മാത്രം മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗൾഡിങ് എന്ന് പറയുന്നത്. ഇത് 4-5 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. ഇതിന് ഫിഗർ ഒന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ഓർമ്മയിൽ നിന്നേരം നിങ്ങൾക്ക് എഴുതാമെന്നുള്ളേ ഉള്ളൂ സംഭവം എന്താണെന്ന്. അപ്പോൾ ഇതാണ് ഗ്രീൻ സാൻഡ് മൗൾഡിങ്, ഡ്രൈ സാൻഡ് മൗൾഡിങ്, സ്കിൻ ഡ്രൈഡ് സാൻഡ് മൗൾഡിങ്.
ഇനിയുള്ളതാണ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമുക്ക് നോക്കാം. കാസ്റ്റിംഗ് പ്രോസസ്സുകളുണ്ട് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. മനുഷ്യന് മനസ്സിലാവുന്ന ഒരു 5-6 പോയിൻറ്റ്സാണ് ഞാൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് തന്നെ ഇത് മനസ്സിലാക്കി ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഒറ്റ പീസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഷേപ്പ് കാണിച്ചായിരുന്നു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നാലും വളരെ വലിയ ഷേപ്പ് വലിയ പ്രോഡക്റ്റ് ആയിരുന്നല്ല. നമ്മുടെ ഷിപ്പിൻ്റെയൊക്കെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കമ്പോണൻസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ വലിയ കമ്പോണൻസ് ആയിരുന്നാലും വളരെ കോംപ്ലക്സ് ഷേപ്പിലുള്ള ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നാലും അത് സിംഗിൾ പീസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള പാർട്സ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാനൊക്കും. അതായത് വളരെ വലിയ ഷിപ്പിൻ്റെ കേസൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ വലിയ കമ്പോണൻസിനൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ മെഷീനിൽ ഈ ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ഷേപ്പർ ഇങ്ങനത്തെ മെഷീൻ ഉപയോഗിച്ച് ആ മെഷീനിൽ എടുത്ത് വച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത അത്രയും വലിയ ഷേപ്പിലുള്ള പ്രോഡക്ട്സൊക്കെ കമ്പോണൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എത്ര വലിയ മൗൾഡിംഗ് ഫ്ലാസ്ക് നമുക്ക് പറ്റുന്നു അത്രയും വലിയ ഷേപ്പിലുള്ള അത്രയും വലിയ സൈസിലുള്ള കമ്പോണൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെവി ബൾക്കി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ മെറ്റൽസ് ഡിഫിക്കൽട്ട് ടു ബി ഷേപ്ഡ് ബൈ അതർ മാനുഫാക്ചറിംഗ് പ്രോസസ് മേ ബി കാസ്റ്റ്. അതായത് ഇപ്പം വളരെ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ വളരെ ബ്രിട്ടിലായിട്ടുള്ള വളരെ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലാണ്. ഈ കാസ്റ്റ് അയൺ ഒന്നും നമ്മുടെ ലെയ്ത്ത് ഉപയോഗിച്ചൊന്നും കട്ട് ചെയ്ത് ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ലെയ്ത്ത് ഉപയോഗിച്ചോ ഷേപ്പർ ഉപയോഗിച്ചോ ഈവൻ അതിൽ ഹോൾ ഇടാൻ പോലും പറ്റത്തില്ല. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഇടാൻ പോലും വളരെ ഡിഫിക്കൽട്ടാണ്. കാസ്റ്റ് അയൺ ഒക്കെയാണ്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ വളരെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മുടെ ലെയ്ത്തിൽ കാസ്റ്റ് അയൺ ഉപയോഗിച്ചുള്ള ഒരു വർക്ക് പീസ് നമ്മൾ ലെയ്ത്തിൽ വെച്ചിട്ട് കട്ടിംഗ് ടൂൾ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കാസ്റ്റ് അയൺ വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവത്തില്ല. കാരണം ഒന്നാമത് അത് വളരെ ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണ്. രണ്ടാമത് അത് ബ്രിട്ടിലായതുകൊണ്ട് കട്ടിംഗ് ടൂൾ കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വർക്ക് പീസ് ചിലപ്പോൾ പൊട്ടിപ്പോവും. ബ്രിട്ടിലായതുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കാസ്റ്റിംഗ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. ആ മെറ്റീരിയലിനെ നമ്മളങ്ങ് മെൽറ്റ് ചെയ്യുന്നു. ഫർണസിലിട്ട് ആ മെറ്റീരിയലിനെ അങ്ങ് വർക്ക് പീസിനെ തന്നെ അങ്ങ് മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കിയിട്ട് എന്ത് ഷേപ്പിലാണോ കമ്പോണന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം മറ്റ് മെഷീൻസൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചോ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ കാസ്റ്റിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനൊക്കും. അതിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കിയിട്ട് ആണ് ഓരോ ഷേപ്പിലോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷനൊക്കെ വളരെ സൂട്ടബിളാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു സെയിം യൂണിറ്റ് തന്നെ സെയിം പി സി തന്നെ ഒരു 10,000 യൂണിറ്റ് വെച്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1,00,000 യൂണിറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ മാസം തോറും 10-30,000 ടൂ വീലറൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ 30,000 ടൂ വീലർ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം കമ്പോണൻസും വേണ്ടി വരും. ഒരേ സെയിം യൂണിറ്റ് തന്നെ സെയിം പ്രോഡക്റ്റിന് സെയിം ഡിസൈനുള്ള പ്രോഡക്റ്റ് തന്നെ 30,000 എണ്ണം വെച്ചൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതിനെയാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഈ കാസ്റ്റിംഗ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. വളരെ ടൈം കുറച്ച് നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹാർഡും ബ്രിട്ടിലും ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമ്മൾ കട്ടിംഗ് ഫോഴ്സ് ഒന്നും ഉപയോഗിച്ചല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ മെൽറ്റ് ചെയ്ത് ആണ് ഓരോ ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹാർഡും ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ. ഇനി അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള അഡ്വാൻറ്റേജസ് മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ലിമിറ്റേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് വളരെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഫർണസിലിട്ട് അതിനെ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കണം. അത് തന്നെ ഒരു പണിയാണ്. അതിന് ലേബർ വേണം. പിന്നെ സാൻഡ് മിക്സ് ചെയ്ത് കറക്റ്റ് അഡിറ്റീവ്സും കെമിക്കൽസും വാട്ടറുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് മൗൾഡിങ് സാൻഡ് പ്രിപ്പയർ ചെയ്യണം. അതും ഒരു ചടങ്ങാണ്. പിന്നെ ഈ മൗൾഡിങ് ഫ്ലാസ്കിലോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സാൻഡ് ഫില്ല് ചെയ്ത് ബാക്കി സ്ക്രൂ പിന്നും റൈസർ പിന്നും ഒക്കെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിന് പാറ്റേൺ റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് വർക്ക് ഉള്ള ജോലിയാണ് ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റുള്ള മെറ്റൽസ് ഉപയോഗിച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഒരു 1,500 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിൻ്റ് എങ്കിൽ അത്രയും ടെമ്പറേച്ചർ നമുക്ക് ഈ സാധാരണ ഫർണസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം 6,000-7,000 ഡിഗ്രി സെൽഷ്യസ് മെൽറ്റിംഗ് പോയിൻറ്റുള്ള മെറ്റീരിയലൊക്കെയാണ്. ഇപ്പോൾ ടങ്സ്റ്റൺ എന്നൊക്കെ പറഞ്ഞാൽ 6,000 ഒക്കെയാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിൻറ്റ് വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അത്രയും ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർണസൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റുള്ള മെറ്റൽസ് ആണ് എങ്കിൽ അതിനെ മെൽറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പം വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് മെറ്റൽസിന് നോട്ട് പോസിബിൾ എന്ന് പറയാം.
പിന്നെ ഡയമെൻഷണൽ ആക്യുറസി, സർഫസ് ഫിനിഷ്, ഡിഫക്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അത്രത്തോളം ആക്യുററ്റ് അല്ല ഈ കാസ്റ്റിംഗ് ഉപയോഗിച്ചുള്ള പ്രോഡക്ട്സിന് ഡയമെൻഷണൽ ആക്യുറസി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. സാധാരണ ഈ മെഷീൻ ഉപയോഗിച്ചുള്ള കാസ്റ്റിങ്ങിന് ചിലപ്പോൾ കുറച്ച് ഡയമെൻഷണൽ ആക്യുറസി കിട്ടിയെന്നിരിക്കും. ബാക്കി മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ച് ഡയമെൻഷണൽ ആക്യുറസി കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഈ സാൻഡ് മോൾഡിംഗ് ഒക്കെ ആണെങ്കിൽ ഡയമെൻഷണൽ ആക്യുറസി ഒട്ടും കാണത്തില്ല, സർഫസ് ഫിനിഷ് ഒട്ടും കാണത്തില്ല. വളരെ റഫായിട്ടുള്ള സർഫസ് ആയിരിക്കും ഈ സാൻഡ് കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ റഫായിട്ടുള്ള സർഫസ് ആയിരിക്കും, സ്മൂത്ത് സർഫസ് ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ലെയ്ത്തിലും ഷേപ്പുകളിലൊക്കെ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുത്താൽ അതിന് നല്ല സർഫസ് ഫിനിഷ് കാണും. പക്ഷേ കാസ്റ്റിംഗ് പ്രോസസ് ഉപയോഗിച്ചുള്ള ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിന് സർഫസ് ഫിനിഷ് കാണത്തില്ല, വളരെ മോശം സർഫസ് ഫിനിഷ് ആയിരിക്കും, അതായത് വളരെ റഫായിരിക്കും അതിൻ്റെ സർഫസ്. പിന്നെ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാസ്റ്റിംഗ് ആണെങ്കിൽ. നമ്മൾ ഡിഫക്ട്സിനെ പറ്റി തന്നെ പഠിക്കും, എന്തൊക്കെ ഡിഫക്ട്സ് ആണ് ഈ കാസ്റ്റിങ്ങിൽ സാധാരണ വരുന്നതെന്ന് ഒരു 8-9 ഡിഫക്ട്സിനെ പറ്റി പഠിക്കും. അങ്ങനെ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസും ഈ കാസ്റ്റിംഗ് പ്രോസസ്സിനുണ്ട്. അപ്പോൾ ഇത് 3-4 മാർക്സിന് ഈ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാസ്റ്റിംഗ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു 4-5 അഡ്വാൻറ്റേജസും 2-3 ഡിസഡ്വാൻറ്റേജസും പഠിച്ചു വെച്ചേക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.